നമസ്കാരം. സംസ്ഥാന രാഷ്ട്രീയം കലങ്ങിമറിയുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിനെയും ശബരിമല സ്വർണ്ണ കവർച്ച CPM-നെയും പത്മവ്യൂഹത്തിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി പാർട്ടി തലയൂരുമ്പോഴും ചോദ്യങ്ങൾ ബാക്കിയാകുന്നു. 9 ദിവസമായി കാണാതായ ഈ നാട്ടിലെ MLA എവിടെയാണ്? രാജിവെക്കുമോ അതോ പാർട്ടിയെ വെല്ലുവിളിച്ച് MLA ആയി തുടരുമോ? കോടതി പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA സീറ്റിൽ നിന്ന് താഴെയിറക്കാൻ നേതൃത്വം തയ്യാറാവാത്തത് എന്തുകൊണ്ട്? ഒളിവിൽ കഴിയാൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സഹായിക്കുന്നത് ആരൊക്കെയാണ്? അതിൽ പാർട്ടിക്കാരുണ്ടോ? പ്രതിരോധവും പ്രത്യാക്രമണവും അടിതെറ്റലുമെല്ലാം കൊഴുക്കുകയാണ്. ഒളിവിൽ തുടരുന്ന രാഹുൽ മാങ്കൂട്ടം ഇന്നെങ്കിലും പിടിയിലാവുമോ എന്നുള്ളതാണ് ഏറെ ആകാംക്ഷയോടെ രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത്. രാഹുൽ പോലീസിനെ കബളിപ്പിക്കുകയാണോ അതോ പോലീസ് ഇന്നാട്ടിലെ ജനങ്ങളെ കബളിപ്പിക്കുന്നു? വിശദമായി നോക്കാം. 9 മണി വാർത്തയിൽ ആദ്യം പ്രധാന വാർത്ത. മുൻകൂർ ജാമ്യം തേടി രാഹുൽ ഹൈക്കോടതിയിലേക്ക്. സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ച പ്രതി 9ാം ദിവസവും ഒളിവിൽ. രാഹുലിന്റെ ജീവനക്കാരെ ചോദ്യം ചെയ്യുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 2ാം കേസിലെ അന്വേഷണ സംഘം വിപുലീകരിക്കും. വനിതാ IPS ഉദ്യോഗസ്ഥ നേതൃത്വം നൽകും. പരാതിക്കാരുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ പരാതി നൽകിയ ഇരയെ സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് വീണ്ടും പരിഗണിക്കും. തിരുവനന്തപുരം അഡീഷണൽ CJM കോടതിയാണ് ഹർജി പരിഗണിക്കുക. ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി ഇന്ന് 12 മണിക്ക് ഹൈദരാബാദ് ഹൌസിൽ മോദി പുടിൻ ചർച്ച. മോദി സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന നേതാവല്ലെന്ന് പുടിൻ. ഇന്ത്യയ്ക്ക് റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യാൻ അവകാശമുണ്ടെന്നും റഷ്യൻ പ്രസിഡന്റ്. ഇൻഡിഗോ സർവീസുകളിൽ പ്രതിസന്ധി തുടരുന്നു. നിസ്സഹായാവസ്ഥ പറഞ്ഞ ക്ഷമാപണം നടത്തി കമ്പനി. 24 മണിക്കൂറിനുള്ളിൽ റദ്ദാക്കിയത് 500ഓളം സർവീസുകൾ. പ്രതിസന്ധി തീരാൻ 2 മാസമെടുക്കുമെന്ന് കമ്പനി. എറണാകുളം പാച്ചാളത്ത് ട്രെയിൻ അട്ടിമറി ശ്രമം. റെയിൽവേ ട്രാക്കിൽ ആട്ടുകല്ല് കണ്ടെത്തി. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രേഖകൾ ആവശ്യപ്പെട്ട് ED കൊല്ലം കോടതിയിൽ. FIR-ഉം അനുബന്ധ രേഖകളും വേണമെന്ന ആവശ്യം. സർക്കാർ വാദം കോടതിയെ അറിയിക്കും. N. വാസുവിന്റെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കും. ശബരിമലയിൽ തിരക്കേറുന്നു. രാവിലെ 7 മണിവരെ 25,000-ത്തിലധികം തീർത്ഥാടകർ മല കയറി. ഇന്നലെ 84,872 പേർ ദർശനം നടത്തി. അന്നദാനത്തിൽ കേരള സദ്യ വിളമ്പണമെന്ന ദേവസ്വം പ്രസിഡന്റിന്റെ നിർദ്ദേശത്തിൽ ഇന്ന് ചേരുന്ന ബോർഡ് തീരുമാനമെടുക്കും. ഫിഫ ലോകകപ്പിന്റെ സമയക്രമം ഇന്നാകും. ടീമുകളുടെ ഗ്രൂപ്പ് ഇന്നറിയാം. നറുക്കെടുപ്പ് രാത്രി 10:30. നോക്കാം 9 മണി വാർത്ത വിശദമായി തന്നെ. ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ 9ാം ദിവസവും പിടികൂടാനാവാതെ അന്വേഷണ സംഘം. രാഹുൽ ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചേക്കും. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. അതേസമയം രാഹുലിനെതിരായ 2ാമത്തെ കേസിൽ അന്വേഷണ സംഘം വിപുലീകരിക്കും. വനിതാ IPS ഉദ്യോഗസ്ഥയുടെ മേൽനോട്ടത്തിലാകും അന്വേഷണം. പരാതിക്കാരുടെ മൊഴിയെടുക്കാനാണ് ശ്രമം. ഇന്നലെ 2ാം കേസിലെ അതിജീവിത മൊഴി നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു. ബംഗളൂരുവിലുള്ള 23-കാരിയാണ് പരാതിക്കാരി. ഡാൻ കുര്യനും ഒപ്പം VV അരുണും വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. ആദ്യം ഡാൻ കുര്യനിലേക്കാണ്. ഡാൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് 9ാം ദിവസമാണ് ഇന്നാട്ടിലെ ഒരു MLA കാണാതായിട്ട്. സാധാരണക്കാരടക്കം ചോദിച്ചു തുടങ്ങി MLA കണ്ടവരുണ്ടോ എന്ന്. എങ്ങനെയാണ് ഇത്രമാത്രം ആളുകൾ അറിയുന്ന, ഇത്രമാത്രം പ്രമുഖനായിട്ടുള്ള ഒരു MLA-ക്ക്, ഈ നാട്ടിലെ പാലക്കാട്ടിലെ MLA-ക്ക് ഇങ്ങനെ ഒളിവിൽ കഴിയാൻ സാധിക്കുന്നത്? ആരാണ് അദ്ദേഹത്തെ സഹായിക്കുന്നതെന്നുള്ള ചോദ്യമാണ് സ്വാഭാവികമായും സാധാരണക്കാരടക്കം ഉയർത്തുക. അതിൽ പാർട്ടിക്കാരുണ്ടോ? പാർട്ടിക്കാർ തന്നെയാണോ ഇപ്പോഴും രാഹുലിന് സംരക്ഷണം ഒരുക്കുന്നത്? അതല്ലെങ്കിൽ പോലീസ് ഈ നാട്ടിലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണോ? അല്ലെങ്കിൽ രാഹുൽ പോലീസിനെ കബളിപ്പിക്കുകയാണോ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്?
തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടതിന് പിന്നാലെ തന്നെ രാഹുൽ മങ്കൂട്ടത്തിൽ കാസർഗോഡ് കീഴടങ്ങിയേക്കും, ഹൊസ്ദുർഗ് കോടതിയിൽ കീഴടങ്ങിയേക്കും എന്ന തരത്തിലുള്ള സൂചനകളും അഭ്യൂഹങ്ങളുമൊക്കെ പരന്നിരുന്നു. പക്ഷേ രാത്രി വൈകിയും അങ്ങനെ ഒരു കാര്യമുണ്ടായില്ല. മജിസ്ട്രേറ്റ് അടക്കം ഏതാണ്ട് രാത്രി 7:30 വരെ കോടതിയിൽ അത്തരമൊരു സൂചന ലഭിച്ചതിനെ തുടർന്ന് ജോലി അവസാനിച്ച ശേഷവും പോകാതെ കാത്തുനിന്നിരുന്നു. പക്ഷേ രാഹുൽ മങ്കൂട്ടത്തിൽ അവിടേക്ക് എത്തിയില്ല. വാഹന പരിശോധന അടക്കം പോലീസ് അവിടെ വ്യാപകമാക്കിയിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണം കൃത്യമായി കോടതി പരിസരങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. വയനാട് മാനന്തവാടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും കൽപ്പറ്റ മാനന്തവാടി കോടതി പരിസരങ്ങളിലും ഇതുപോലെ തന്നെ പോലീസിന്റെ നിരീക്ഷണം ഉണ്ടായിരുന്നു. പക്ഷേ രാഹുൽ മങ്കൂട്ടത്തിൽ അവിടേക്കൊന്നും എത്തിയില്ല. നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഹൈക്കോടതിയിൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധി ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് ഇന്ന് തന്നെ അതിവേഗ നീക്കമായി ഇന്ന് തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കാനുള്ള നീക്കമാണ് രാഹുൽ മങ്കൂട്ടത്തിന്റെ അഭിഭാഷകർ നടത്തുന്നത്. അതായത് സെഷൻസ് കോടതി വിധിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതിയിലേക്ക് എത്തുന്നത്. ഹൈക്കോടതിയിൽ നിന്നൊരു അനുകൂല തീരുമാനം ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് രാഹുൽ മങ്കൂട്ടം. ഏത് വിധേനയും അറസ്റ്റ് ഒഴിവാക്കുക. കാരണം നമുക്കറിയാം, ഈ സർക്കാരിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഭ്യന്തര വകുപ്പിനെതിരെയൊക്കെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ച് തെരുവുകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു യുവ MLA ആയിരുന്നു രാഹുൽ മങ്കൂട്ടത്തിൽ. അതേ MLA കാസർഗോഡ് നിന്ന് പോലീസ് പിടികൂടുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് രാഹുൽ മങ്കൂട്ടത്തിൽ എന്ന വ്യക്തിക്ക്, രാഹുൽ മങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവിന് അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് ഏത് വിധേനയും അറസ്റ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം രാഹുൽ ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒളിവിൽ തന്നെ തുടരും, സുരക്ഷിതമായ കേന്ദ്രത്തിൽ ഒളിവിൽ തന്നെ തുടരും. ഹൈക്കോടതി ഈ ജാമ്യാപേക്ഷയിൽ തുടർന്ന് തീരുമാനം എടുക്കുന്നവരെ, വിധി പറയുന്നതുവരെ രാഹുൽ മങ്കൂട്ടത്തിൽ ഇപ്പോഴെങ്ങനെയാണോ ഒളിവിൽ കഴിയുന്നത് അതുപോലെ തന്നെ തുടരാനാണ് സാധ്യത എന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തെ സഹായിക്കുന്നതിന് പിന്നിൽ ആരാണ് എന്ന ചോദ്യമൊക്കെ കോൺഗ്രസ് ക്യാമ്പിൽ തന്നെ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിൽ വ്യക്തമായ ഒരു ഉത്തരം ഇപ്പോഴുമില്ല. കാരണം രാഹുൽ മങ്കൂട്ടത്തിന് NSUവിലടക്കം, അതായത് യൂത്ത് കോൺഗ്രസിൽ മാത്രമല്ല NSUവിന്റെ ഭാരവാഹിയൊക്കെ പ്രവർത്തിച്ചയാളാണ്. അതുകൊണ്ട് കർണാടകത്തിലടക്കം അത്തരത്തിൽ സ്വാധീന വ്യക്തിത്വങ്ങളുമായി ബന്ധമുള്ള വ്യക്തി കൂടിയാണ് രാഹുൽ. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അങ്ങനെയൊരു സ്വാധീനങ്ങൾ ഈ ഒരു പ്രതിസന്ധി സമയത്ത് രാഹുൽ മങ്കൂട്ടത്തിൽ പ്രയോജനപ്പെടുത്താനുള്ള ഒരു സാധ്യതയാണ് അന്വേഷണ സംഘം കാണുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാഹുലിന്റെ മൊബൈൽ ഫോൺ കഴിഞ്ഞ ദിവസം ഏതാണ്ട് ഒരു 20 മിനിറ്റിന് മുകളിൽ സ്വിച്ച് ഓൺ ആയിരുന്നു. പിന്നീട് അത് ഓഫായിപ്പോയി. ആ സമയങ്ങളിൽ ഈ ടവർ ലൊക്കേഷൻ എവിടെയാണെന്ന് പരിശോധിക്കാനുള്ള നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് സുള്ളിയ എന്ന സ്ഥലത്ത്, കർണാടകയിലെ സുള്ളിയ എന്ന സ്ഥലത്താണ് ഈ ടവർ ലൊക്കേഷൻ അവസാനമായി കാണിച്ചത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ള സ്ഥലത്ത് തന്നെയാണോ അദ്ദേഹത്തിന്റെ പേഴ്സണൽ മൊബൈൽ ഫോൺ ഉള്ളത് എന്ന കാര്യത്തിൽ സംശയം ബലപ്പെടുത്തുന്ന തരത്തിലാണ് ഈ നീക്കങ്ങളൊക്കെ അവർ നോക്കിക്കാണുന്നത്. കാരണം അന്വേഷണ സംഘത്തെ മിസ്ലീഡ് ചെയ്യാനുള്ളൊരു നീക്കത്തിന്റെ ഭാഗമായി മൊബൈൽ ഫോൺ കൈവശമുള്ളയാൾ പല ദിശകളിൽ സഞ്ചരിക്കുകയും മൊബൈൽ ഓണാക്കുകയും ആ ടവർ ലൊക്കേഷനിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തുമ്പോൾ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കടക്കുകയും ചെയ്യുന്ന ഒരു തന്ത്രപരമായ നീക്കം നടത്തുകയാണോ, നാടകീയമായി അങ്ങനെ ഒരു നീക്കം നടത്തുകയാണോ എന്നതാണ് പ്രധാനപ്പെട്ട സംശയം. എന്തായാലും രാഹുൽ മങ്കൂട്ടത്തിന് വേണ്ടിയുള്ള തീവ്രമായ തിരച്ചിൽ ഈ ജാമ്യാപേക്ഷ നിരസിക്കപ്പെട്ട സമയം മുതൽ അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട്. ഒരു തരത്തിലുള്ള വിവരവും പുറത്തു ചോരാതെ കൃത്യമായി രാഹുലിനെ ലൊക്കേറ്റ് ചെയ്യാനുള്ള അന്വേഷണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് SIT നമുക്ക് നൽകുന്ന സൂചന. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് രാഷ്ട്രീയ നേട്ടമാക്കാനാണ് ഇപ്പോൾ UDFന്റെ ശ്രമം. ലൈംഗിക പീഡന പരാതിയിൽ കൊല്ലം MLA M മുകേഷിനെതിരെ CPM എന്ത് നടപടിയെടുത്തു എന്ന ചോദ്യമാണ് UDF ഉയർത്തുന്നത്. VV അരുൺ ഇതിന്റെ വിശദാംശങ്ങൾ നൽകും. അരുൺ, പറയാതെ വയ്യ, തുടക്കം മുതൽ ഈ രാഹുൽ വിഷയത്തിൽ മാതൃകാപരമായ തീരുമാനമെടുത്ത പാർട്ടി തന്നെയാണ് കോൺഗ്രസ്. അക്കാര്യത്തിൽ സംശയമില്ല. ഒരു FIR പോലും ഈ നാട്ടിലെ ഒരു പോലീസ് സ്റ്റേഷനിലും ഒരു FIR പോലും ഇല്ലാതിരുന്ന സമയത്ത്, എഴുതി കൊടുത്ത ഒരു പരാതി പോലും ഇല്ലാത്ത സമയത്ത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുലിനെ മാറ്റി നിർത്തി പാർട്ടി. ഇതിനുശേഷം ഇന്നലെ പ്രഥമ ദൃഷ്ട്യാ രാഹുൽ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയതിന് പിന്നാലെ തന്നെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പോലും ദൂരെ മാറ്റി നിർത്തി, അല്ലെങ്കിൽ മാറ്റി രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ്. ആ തരത്തിലുള്ള അർജവമായ തീരുമാനം കോൺഗ്രസ് എടുത്തു എന്ന് തന്നെ പറയേണ്ട സാഹചര്യം. അതേ സമയത്ത് തന്നെയാണ്
ഇത്തരത്തിൽ രാഹുലിനെ മാറ്റി നിർത്തിയത് CPM-നുള്ള ഒരു അടിയായി തന്നെ പരിഗണിക്കുകയാണ് കോൺഗ്രസ്. ഇന്നലെ തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കം ആ ചോദ്യം ഉയർത്തിക്കഴിഞ്ഞു. ഞങ്ങൾ എന്തായാലും മാതൃകാപരമായ തീരുമാനമെടുത്തു കഴിഞ്ഞു. എന്തുകൊണ്ട് CPM ഇത്തരത്തിലൊരു പ്രതികരണം ചെയ്യുന്നില്ല? എന്തുകൊണ്ട് CPM സമാനമായ ആരോപണം നേരിടുന്ന M മുകേഷിനെ അടക്കം പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നില്ല, നടപടി എടുക്കുന്നില്ല എന്നൊരു ചോദ്യം ആവർത്തിച്ചു. അതേ സമയത്ത് തന്നെ N ബാസുവിനെതിരെയും പത്മകുമാറിനെതിരെയും എന്ത് നടപടിയെടുത്തു എന്നുള്ള ചോദ്യമടക്കം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു. സ്വാഭാവികമായും ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം തുടർന്നുള്ള തെരഞ്ഞെടുപ്പിലടക്കം ഈ ആയുധം തന്നെ CPM-നെതിരെ പ്രയോഗിക്കാൻ തന്നെയായിരിക്കും പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഭവ്യ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കോൺഗ്രസ് ഈ നടപടിയെടുക്കാൻ നിർബന്ധിതമാവുകയായിരുന്നു. കോൺഗ്രസിന്റേത് അവർ അവകാശപ്പെട്ട പോലെ അത്ര പെട്ടെന്നെടുത്തൊരു തീരുമാനമല്ല. FIR ഇല്ലെങ്കിലും ആദ്യഘട്ടം മുതൽ കോൺഗ്രസിൽ ശക്തമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ഒരു പരാതികൾ നിലനിന്നിരുന്നു. അത് കോൺഗ്രസ് നേതൃത്വത്തിന് കൂടി ബോധ്യമുള്ള പരാതിയില്ലെന്ന് പറയുമ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് കൂടി ഈ പരാതി നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. അതിലൊരു ഇരകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അല്ലെങ്കിൽ അയാളുടെ സൈബർ വെട്ടുകളി ഗ്രൂപ്പുകളെയോ ഭയന്ന് പരാതി പറയാൻ പുറത്തു വരാതിരുന്നു എന്നത് മാത്രമാണ് ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനും കോൺഗ്രസിനും സഹായമായത്, അനുഗ്രഹമായത്. പക്ഷേ വളരെ കൃത്യമായ പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് നേതൃത്വം ലഭിച്ചിരുന്നു. കോൺഗ്രസിന്റെ പ്രധാന നേതാക്കൾ പോലും പറഞ്ഞത് രാഹുലിനെ ആദ്യം സസ്പെൻഡ് ചെയ്യുന്നതൊക്കെ അല്ലെങ്കിൽ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടതൊക്കെ ഏതെങ്കിലും പരാതികളുടെ അടിസ്ഥാനത്തിലല്ല, തങ്ങൾക്ക് കൂടി ലഭിച്ച തങ്ങളുടെ ഉറച്ച ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലെന്നാണ് രമേശ് ചെന്നിത്തലയും VD സതീശൻ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞിരുന്നത്. അതായത് അവർക്ക് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്ന ആരോപണങ്ങൾ അത്ര ഗുരുതര സ്വഭാവമുള്ളതാണെന്ന്. ഏതായാലും ഇന്നലെ കോടതി രാഹുലിന് ജാമ്യം നിഷേധിച്ച് തൊട്ടു പിന്നാലെ ഒരു മിനിറ്റ് പോലും കഴിയുന്നതിന് മുമ്പ് കോൺഗ്രസ് നേതൃത്വം രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് വാർത്താക്കുറിപ്പ് ഇറക്കി. അവർ അത് തീരുമാനിച്ച് ഉറപ്പിച്ച് വച്ചിരിക്കുകയുമായിരുന്നു. ഇയാളെ പുറത്താക്കണമെന്ന തീരുമാനം. ഏതായാലും കോൺഗ്രസ് അതിന് നിർബന്ധിതമായി. ഇനി അവർ അടുത്ത നീക്കം നടത്താൻ പോകുന്നത് അതിന് രാഷ്ട്രീയ നേട്ടം പരമാവധി മുതലാക്കുക എന്നുള്ളതാണ്. അവിടെ ഭവ്യ ചോദിച്ചതുപോലെ പറഞ്ഞതുപോലെ കോൺഗ്രസിന് CPM-നോട് ചോദിക്കാൻ ചോദ്യങ്ങളുമുണ്ട്. എന്താണ് നേരത്തെ CPM നേതാക്കൾക്കെതിരെ മുകേഷ് MLA CPM-ന്റെ നേതാവൊന്നുമല്ല, ഒരു സ്വതന്ത്ര പരിവേഷത്തോടുകൂടി വന്ന് പിന്നീട് പാർട്ടിയുടെ MLA മാറിയെന്ന് മാത്രമാണ്. അതിനുമപ്പുറത്തേക്ക് CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോൾ മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിക്കെതിരെ CPM-ന്റെ കണ്ണൂരിലെ പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ കുടുംബത്തിൽ നിന്നാണ് പരാതി വന്നത്. ആ പരാതി പോലും ഒരു നിയമ നടപടിക്ക് വിടുന്നതിന് പകരം ശശിയെ പാർട്ടി കമ്മിറ്റി വെച്ച് ശശിക്കെതിരെയുള്ള പരാതി പരിശോധിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. പിന്നീട് അദ്ദേഹം തിരിച്ചു വരികയും ഇപ്പോൾ സർവ്വശക്തനായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ നോർത്ത് ബ്ലോക്കിലെ ഓഫീസിലുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. അവിടെ കൊണ്ടും തീരുന്നില്ല. PK ശശി, ഷൊർണൂർ മുൻ MLA, ഇപ്പോൾ KPCC ചെയർമാൻ, ശശിക്കെതിരെയും സമാനമായ അതീവ ഗുരുതരമായ ആരോപണം. അന്ന് AK ബാലനും PK ശ്രീമതിയും അടങ്ങിയ പാർട്ടി കമ്മീഷനെയാണ് ശശിക്കെതിരായ, അതും പാർട്ടി പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്നുള്ള പരാതിയാണ്. ആ പരാതി അന്വേഷിക്കാൻ CPM ചുമതലപ്പെടുത്തിയത്. ആ പരാതി ഗൗരവമുള്ളതാണെന്ന് PK ശ്രീമതി AK ബാലൻ കമ്മീഷൻ കണ്ടെത്തുകയും ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ശശി തിരികെ വരികയും വീണ്ടും സർവ്വശക്തനാകും ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് ഏതാണ്ട് പുറത്തു പോകുന്ന അവസ്ഥയിലുമാണ്. വേറെ പരാതികളുണ്ട്. ഗോപി കോട്ടമുറിക്കെതിരായ ആരോപണമുണ്ട്. പാർട്ടി ഓഫീസിൽ ഒളി ക്യാമറ വെച്ച വിഷയമുണ്ട്. അങ്ങനെ നിരവധി പരാതികൾ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ പോലും ഉയർന്നു വന്നപ്പോൾ അത് ഒന്നും പോലീസിൽ വിടുകയോ പോലീസ് അന്വേഷണത്തിന് കൈമാറുകയോ ചെയ്തില്ല. അവിടെയാണ് KPCC നേതൃത്വത്തിന്, അവിടെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് പറഞ്ഞു നിൽക്കാൻ CPM-നെതിരെ വിരൽ ചൂണ്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമുള്ളത്. KPCC അധ്യക്ഷൻ ഇപ്പോഴാണ് പരാതി ലഭിച്ചതെന്ന് പറയുന്നതിൽ ഒരു പിശകുണ്ട്. നേരത്തെ തന്നെ ആദ്യത്തെ കേസിലെ ഇരയും KPCC അധ്യക്ഷന് പരാതി നൽകിയിരുന്നു. പക്ഷേ അതവർ പുറത്തേക്ക് വിട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒരു പരാതി ലഭിക്കുമ്പോൾ ഉടനടി അത് സംസ്ഥാന പോലീസ് മേധാവി കൈമാറുകയും ആ പോലീസ് മേധാവി ആ പരാതിയിൽ ഇപ്പോൾ FIR ഇടുകയും ഇരയുടെ മൊഴിയെടുക്കാൻ നടപടിക്രമങ്ങളിലേക്ക് പോവുകയുമാണ്. അവിടെ കോൺഗ്രസിന് ചോദിക്കാം, എന്താണ് CPM ഇത്രനാൾ ചെയ്തത്? എന്താണ് CPM ഇത്തരം വിഷയങ്ങളുടെ നിലപാട്? നിങ്ങളുടെ പാർട്ടി കോടതികളല്ലേ, CPM ഒരു മുൻ നേതാവ് പറഞ്ഞതുപോലെ പാർട്ടി കോടതികളല്ലേ തീരുമാനമെടുത്തത്? അവിടെ എന്തുകൊണ്ട് നിയമവഴിക്ക് ഇവരെ ആരെയും വിട്ടില്ല എന്ന ചോദ്യം കോൺഗ്രസ് ഉന്നയിക്കാം. അവിടെ കോൺഗ്രസിന് മേൽക്കൈ ആവശ്യം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട്. അത്തരം പ്രചരണം തന്നെയാകും ഇനിയും വരാൻ പോകുന്നത്. മാത്രമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള ഏതാണ്ട് 10 വർഷത്തോടടുക്കുന്ന സർക്കാരിന്റെ ഭരണം, ആ ഭരണവിരുദ്ധ വികാരം അടക്കമുള്ള പല വിഷയങ്ങൾ സാധാരണഗതി തെരഞ്ഞെടുപ്പ് ഉയർന്നു വരേണ്ടതാണ്. പക്ഷേ അതിനെല്ലാം പിന്നിലാക്കിക്കൊണ്ട്, അതിനെല്ലാം ചവിട്ടി മെതിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെന്ന സ്ത്രീ പീഡന കേസിലെ, ബലാത്സംഗ കേസിലെ പ്രതി, അയാൾക്കെതിരെയുള്ള ആരോപണങ്ങൾ, അയാൾക്കെതിരെയുള്ള പരാതികൾ ഒക്കെ വാർത്തകൾ നിറയുമ്പോൾ അത് കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ പിന്നോട്ടടിച്ചിരുന്നു. സർക്കാരിനെതിരെ പറയേണ്ട, ഇടതുമുന്നണിക്കെതിരെ പറയേണ്ട കാര്യങ്ങൾ പൊതുജനം അത് കൊണ്ടുവരുന്നതിന് അവരെ തടസ്സപ്പെടുത്തിയിരുന്നു. അതിൽ നിന്ന് രക്ഷ നേടാൻ ഇനിയുള്ള ദിവസങ്ങളെങ്കിലും 3-4 ദിവസങ്ങൾ മാത്രമാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. ആ ദിവസങ്ങളെങ്കിലും സർക്കാരിനെതിരെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാം. അവിടെ ഇത്തരം ചോദ്യങ്ങളും
സർക്കാരിനോട് CPM-നോട് ചോദിക്കാൻ കോൺഗ്രസിന് കഴിയുമെന്നാണ് ഇപ്പോൾ അവരെ ഒരു തരത്തിൽ അവർക്ക് ഗുണമായി മാറിയിരിക്കുന്നത്. ആ ചോദ്യങ്ങളാകും വരും ദിവസങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം UDF CPM-നോട് ഭരണമുന്നണിയോട് ചോദിക്കാൻ പോകുന്നത്. സമാനമായ ആരോപണങ്ങൾ അല്ലെങ്കിൽ പോലും സ്ത്രീ പീഡന കേസുകൾ വന്നപ്പോൾ നിങ്ങളുടെ നേതാക്കൾക്കെതിരെ നിങ്ങൾ എന്ത് നടപടിയെടുത്തു, എന്തുകൊണ്ട് പോലീസിന് കൈമാറുന്ന ചോദ്യം CPM-നെ എതിരെ കോൺഗ്രസ് ഉയർത്തും. അത് CPM-നെ പ്രതിരോധത്തിലാക്കുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അരുൺ തുടരണം, ഞാൻ വരാം. കാസർഗോഡേക്ക് ഒന്ന് പോകുന്നു. അവിടെ KV ബൈജു ഉണ്ട്. ബൈജു, പോലീസ് ഇന്നലെ കൃത്യമായ സൂചന നൽകിയിരുന്നു. അതായത് കാസർഗോഡ് ഹൊസ്ദുർഗ് കോടതിയിൽ എത്തും രാഹുൽ മാങ്കൂട്ടം, അല്ലെങ്കിൽ അയാളെ പിടിയിലായി എന്നുള്ള സൂചനകൾ, നാടകീയമായ രംഗങ്ങൾക്കൊക്കെ ഇന്നലെ കാസർഗോഡ് ഹൊസ്ദുർഗ് കോടതി സാക്ഷ്യം വഹിച്ച് നമ്മൾ കണ്ടതാണ്. നമ്മൾ തന്നെയായിരുന്നു ഈ സംഭവം ആദ്യമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചതും. അപ്പോൾ പോലും ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം, എവിടെയാണ് 9 ദിവസമായി ഈ നാട്ടിലെ പാലക്കാടൻ MLA ഉള്ളത് എന്നാണ്. കൃത്യമായി പോലീസ് എവിടെയാണോ രാഹുൽ ഉള്ളത് അവിടേക്ക് എത്തുന്നതിന് മുൻപ് രാഹുൽ തന്നെ അറിയുന്നു പോലീസ് തന്റെ പുറകെയുണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നു? പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ സഹായം ലഭിക്കുന്നുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സംശയം പോലും ഉയർന്നൊരു സാഹചര്യമുണ്ട്. ഇന്ന് എന്ത് പ്രതീക്ഷിക്കണം? ഭവ്യ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഹൊസ്ദുർഗ് കോടതിയിലാണ്. ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ കീഴടങ്ങിയേക്കുമെന്ന അഭ്യൂഹങ്ങൾ തന്നെയാണ് ഉയരുന്നത്. അതായത് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകുമെന്ന് പറയുന്നുണ്ട്. അത്തരം നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും അതിന് സാധ്യത വളരെ കുറവാണ്. അത്തരത്തിലുള്ള നിയമോപദേശമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നും ഈ കാഞ്ഞങ്ങാട് കോടതിയിൽ, ഹൊസ്ദുർഗ് കോടതിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഹൊസ്ദുർഗ് കോടതിയിലാണ് ഇന്നലെ നാടകീയമായ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. പോലീസിനെ നാണക്കേടുണ്ടാക്കിയ സംഭവം ഉണ്ടായത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കസ്റ്റഡിയിലായെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ ആ ഒരു രാവിലെ 11 മണി മുതൽ രാത്രി 9 മണിയോട് വരെ അത്തരത്തിൽ നാടകീയ രംഗങ്ങളുണ്ടായ ഹൊസ്ദുർഗ് കോടതി തന്നെയായിരിക്കും ഇന്നും അതിന് ഇത്തരം സംഭവങ്ങൾക്ക് വേദിയാവുക. ഇവിടെ ഇന്ന് കീഴടങ്ങാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ പോലീസിൽ പിടികൊടുക്കാതെ കോടതിയിൽ നേരിട്ട് കീഴടങ്ങുക, അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ലക്ഷ്യമിടുന്നത്. അതിന് ഏറ്റവും എളുപ്പം കാസർഗോഡ് ജില്ലയിലെ കോടതികളിൽ കീഴടങ്ങുക എന്നാണ്. ഏതായാലും ഹൈക്കോടതിയിൽ ഇനി എന്ത് നീക്കങ്ങൾ നടക്കുന്നു അത് വളരെ പ്രധാനമാണ്. ഒരേ സമയത്ത് തന്നെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോവുകയും അതിനിടയിൽ തന്നെ പോലീസിനെ കബളിപ്പിച്ചുകൊണ്ട് ഈ കോടതിയിൽ ഹാജരാകാനുള്ള നീക്കവും നടക്കുന്നുണ്ടെന്ന വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു അഭിഭാഷിക രാഹുലിന് സഹായമായി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാലും കാസർഗോഡിനോട് അതിർത്തി പങ്കിടുന്ന ചില പ്രദേശങ്ങളിൽ തന്നെ രാഹുൽ ഇപ്പോഴും കേന്ദ്രീകരിച്ച് ഈ കോടതിയിലേക്ക് എത്താനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരവും. ഏതായാലും പോലീസ് ഇന്നലെ രാത്രി വലിയ തോതിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നിരുന്നു. അതിർത്തികളിലെല്ലാം കൃത്യമായ പരിശോധന ഇന്നും നടത്താൻ ഇത്തരത്തിൽ തീരുമാനമുണ്ട്. അതോടൊപ്പം ഈ കോടതി, ഞാനിപ്പോൾ നിൽക്കുന്ന കോടതി 11 മണിയോടുകൂടി വലിയ തോതിൽ പോലീസ് സുരക്ഷാ വലയത്തിലായിരിക്കും. ഏത് വിധേനയും കോടതിക്കകത്ത് കടക്കുന്നതിന് മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടുക, അത് തന്നെയാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. പക്ഷേ നമുക്ക് അറിയാം, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ കോടതിയിൽ പല വഴികളുണ്ട് ഇതിനകത്തേക്ക് കടക്കാൻ. ഒരുപക്ഷെ പോലീസിന് അത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസിനെ വെട്ടിച്ച് ഏറ്റവും എളുപ്പമായി കോടതിയിൽ കീഴടക്കാൻ കഴിയുക ഈ കോടതിയിൽ തന്നെയാണ്. അത്രത്തോളം ഇത് ചുറ്റപ്പെട്ട് കിടക്കുന്ന വഴികളൊക്കെ, കോമ്പൗണ്ട് ഹോളൊന്നും കൃത്യമായില്ലാത്ത പല വഴികളുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. അതുകൊണ്ട് ആ സാധ്യത ഇന്നുമുണ്ട്, അത്തരത്തിലുള്ള അഭ്യൂഹങ്ങളുമുണ്ട്. ഏതായാലും പോലീസ് 11 മണിയോടുകൂടി ഇവിടെ എത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ കോടതിയിൽ ജീവനക്കാരൊക്കെ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. ഇന്നലെ വലിയ നാടകീയ സംഭവങ്ങളുണ്ടായ സ്ഥലമാണ് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഹൊസ്ദുർഗ് ഫസ്റ്റ് ക്ലാസ്, അതുപോലെ തന്നെ സെക്കൻഡ് ക്ലാസ് കോടതി. ഇനിയിപ്പോൾ 11 മണിക്ക് ശേഷം ഏതെല്ലാം രീതിയിലുള്ള നാടകീയ സംഭവങ്ങൾ ഉണ്ടാകുന്നത് കണ്ടു തന്നെ അറിയേണ്ടി വരും. രാഹുൽ ഇവിടെ കീഴടങ്ങാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇന്നും അഭ്യൂഹങ്ങൾ ഉയരുന്നത്. ഭവ്യ, തീർച്ചയായും വീണ്ടും VV അരുണിലേക്ക് തന്നെ. അരുൺ, നമുക്കറിയാം ഈ രാഹുൽ ഷാഫി കൂട്ടുകെട്ട്, ഈ രണ്ട് കൂട്ടുകെട്ടും കോൺഗ്രസിനെ കൊണ്ടുചെന്നെത്തിച്ചത് വലിയ പ്രതിസന്ധിയിലേക്കാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. ഉമ്മൻചാണ്ടിയുടെ വ്യക്തമായ ടിക്കുണ്ടായിട്ട് പോലും JS അഖിലിനെ പോലുള്ള നേതാക്കൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വഴിമാറി കൊടുക്കേണ്ടി വന്ന് നമ്മളൊക്കെ കണ്ടതാണ്. നമ്മളൊക്കെ അതിന് സാക്ഷിയാണ്. ഇപ്പോഴത്തെ ഇന്നലെ News 18 പ്രൈം ഡിബേറ്റിൽ തന്നെ DYFI നേതാവ് AK ഷാനിബ് വ്യക്തമായി പറയുന്നു, ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു യുവതി കൂടി പരാതിയുമായി രംഗത്ത് വരാൻ സാധ്യതയുണ്ട് എന്നാൽ തനിക്ക് വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിലൊരു പരാതി ഉടൻ തന്നെ ഉയരും. ആ പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ഒരു പരാതി ഉയരുമ്പോൾ ആ പരാതി നേരത്തെ തന്നെ അത് ഒതുക്കി തീർക്കാൻ, അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയത്
ഷാഫി പറമ്പിലായിരുന്നു. അത് തനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന കാര്യമാണ്. അത്തരത്തിലൊരു പരാതി ഉയർന്നിട്ടില്ലെങ്കിൽ തെളിവ് തന്റെ കയ്യിലുണ്ട്, താൻ അതുമായി ബന്ധപ്പെട്ട പോലീസിനെ സമീപിക്കുമെന്ന് ഇന്നലെ നമ്മുടെ പ്രൈം ഡിബേറ്റിലാണ് ഷാനിബ് വെളിപ്പെടുത്തിയത്. അപ്പോൾ സ്വാഭാവികമായും ഇനി എന്ത് സംഭവിക്കും? വലിയ തരത്തിൽ വീണ്ടും പരാതികൾ ഉയരുന്ന സാഹചര്യം കുരുക്ക് മുറുകുക തന്നെയാണ്. പ്രത്യേകിച്ചും ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നതിനിടെ. ഭവ്യ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവിനെതിരെ ഇത്തരം സ്വഭാവദൂഷ്യ ആരോപണങ്ങൾ പുറത്തു വന്നത് ഈ കഴിഞ്ഞ മാസങ്ങളിലാണെങ്കിൽ പോലും കോൺഗ്രസ് നേതൃത്വത്തിന്, കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ആളുകൾക്കൊക്കെ ഇയാളുടെ സ്വഭാവം ദൂഷ്യം വളരെ വ്യക്തമായി അറിയാമായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഷാഫി പറമ്പിൽ തന്നെയാണ്. ഷാഫി പറമ്പിലാണ് എപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ ആ രീതിയിൽ പ്രൊമോട്ട് ചെയ്ത നേതാവ്. രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുമ്പോൾ പോലും പല നേതാക്കളും, ഒരുപക്ഷെ സരിൻ ഉൾപ്പെടെ നേതാക്കളുടെ ഇന്നലെ സൗമ്യ സരിനൊക്കെ അത് സാമൂഹ്യ മാധ്യമത്തിന് കുറിച്ചിട്ടുണ്ട്. ഇത്തരമൊരു സ്വഭാവ വൈകല്യമുള്ള ഒരാളെ പാലക്കാട് ജനതയുടെ മുകളിൽ കെട്ടിവെക്കരുതെന്നാണ് സരിൻ ആവശ്യപ്പെട്ടതെന്ന് സൗമ്യ സരിൻ ഇന്നലെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുമുണ്ട്. അത്തരത്തിൽ കോൺഗ്രസിലെ പ്രധാന നേതാക്കൾക്ക് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ സ്വഭാവ ദൂഷ്യം, പത്തനംതിട്ട ഒരു പ്രധാനപ്പെട്ട നേതാവ് രാഹുലിനെ പലതവണ ഈ വിഷയത്തിൽ വാൺ ചെയ്തിട്ടുണ്ടെന്നുള്ളതും വസ്തുതയാണ്. അങ്ങനെ പല നേതാക്കൾക്കും അറിയാമായിരുന്ന കാര്യമാണ്. അത്തരം ഒരാളെയാണ് പാലക്കാട് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരുപക്ഷെ രാഹുൽ ഇല്ലെങ്കിൽ പോലും ജയിക്കാവുന്ന മണ്ഡലമായിരുന്നു അത്. ഷാഫിയുടെ ഒരു പ്രഭാവം കൊണ്ട് തന്നെ, വ്യക്തിപ്രഭാവം, ഷാഫിക്ക് മണ്ഡലത്തിന്റെ സ്വാധീനം കൊണ്ട് അവിടെ കെ മുരളീധരനെ പോലെ നേതാവിന്റെ പേരാണ് ആ ഘട്ടത്തിൽ ജില്ലാ കമ്മിറ്റി DCC നിർദ്ദേശിച്ചത്. കെ മുരളീധരനെ പോലുള്ള പേര് വെട്ടിക്കൊള്ളഞ്ഞുകൊണ്ട് പത്തനംതിട്ടയിൽ നിന്ന് ഒരു യുവ നേതാവിനെ അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നു, വിജയിപ്പിക്കുന്നു. അപ്പോൾ തന്നെ ആരോപണങ്ങൾ ഉയർന്നു വന്നതാണ്. പക്ഷേ അതിനൊക്കെ വലിയ സംരക്ഷണം ഷാഫി പറമ്പിലും ഒപ്പമുള്ളവരും നൽകി. അതിനുശേഷവും ഈ പാർട്ടിക്ക് മുകളിൽ അല്ലെങ്കിൽ പാർട്ടി പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മറികടന്നുകൊണ്ടൊരു സംഘമായി ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടും ഒപ്പമുള്ളൊരു മാറി എന്ന വിമർശനം കൂടി കോൺഗ്രസിനുള്ളിലുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ പ്രധാനപ്പെട്ട നേതാക്കളെ പോലും വലിയൊരു സൈബർ ആക്രമണം ഉണ്ടായത്. രാജ്മോഹൻ ഉണ്ണിത്താനും പ്രതിപക്ഷ നേതാവിനും രമേശ് ചെന്നിത്തലയ്ക്കൊക്കെ അത് തുറന്നു പറയേണ്ടി വന്നത്. ഏതായാലും ഈ വളർച്ച അസാധാരണ വളർച്ചയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വളർച്ച മാത്രമല്ല, അയാൾക്കൊപ്പമുള്ള ഈ ഷാഫി പറമ്പിൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ടീം എന്ന് പറയുന്ന അവരുടെ വളർച്ചയും ഒക്കെ വളരെ വേഗത്തിലാണത്. കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളെയൊക്കെ അസ്വസ്ഥപ്പെടുന്ന തരത്തിൽ, പ്രധാന നേതാക്കളെയൊക്കെ ചവിട്ടി മെതിച്ചുകൊണ്ട് ഇവർ മുന്നോട്ട് പോകുന്ന വലിയ അതിർത്തിയുണ്ട്. അതുകൊണ്ടുകൂടിയാണ് രാഹുലിനെതിരെ ഒരു അവസരം കിട്ടിയപ്പോൾ ഈ രീതിയിൽ ആഞ്ഞടിച്ചുകൊണ്ട് നേതൃത്വത്തിലെ ഏതാണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ, മുതിർന്ന നേതാക്കൾ ഏതാണ്ട് ഒറ്റക്കെട്ടായിരുന്നുകൊണ്ട് ചില നേതാക്കൾ, അടൂർ പ്രകാശിനെ പോലെ നേതാക്കളൊക്കെ അതിന് അപവാദമാണ്. അവസാന ഘട്ടം വരെയും രാഹുലിനെ സംരക്ഷിക്കാൻ നോക്കിയതാണ് അടൂർ പ്രകാശും AP അനിൽകുമാറിനെയൊക്കെ പോലെ നേതാക്കൾ. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ, വി ഡി സതീശൻ ആദ്യ ഘട്ടം മുതൽ കടുത്ത നിലപാടെടുത്ത നേതാവാണ്. അത്ര നേതാക്കൾ കൂടി ഉള്ളതുകൊണ്ടാണ് സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ നടപടിക്ക് കോൺഗ്രസ് നിർബന്ധിതമായത്. കൂടുതൽ പരാതികൾ ഇയാൾക്കെതിരെ ഉണ്ട്, കൂടുതൽ ഇരകൾ ഇയാൾക്കെതിരെ രംഗത്ത് വരുമെന്നൊരു ആശങ്ക കൂടി കോൺഗ്രസിനുണ്ട്. കോൺഗ്രസിന് തന്നെ ചില പരാതികൾ ഇതിലേക്ക് ലഭിച്ചിട്ടുണ്ട്. അത് സംഘടനയ്ക്കുള്ളിൽ നിന്നും പുറത്തുനിന്നുമൊക്കെ പരാതികൾ ലഭിച്ചിട്ടുണ്ട്. സംഘടനയ്ക്കുള്ളിൽ നിന്നുള്ള പരാതികളാണ് കൂടുതൽ ആശങ്കയോടുകൂടി നേതൃത്വം കണ്ടത്, കൂടുതൽ അവരെ അസ്വസ്ഥപ്പെടുത്തിയത്. അതുകൊണ്ടുകൂടിയാണ് ഈ പ്രധാനപ്പെട്ട നേതാക്കൾ ഇടപെട്ട് രാഹുലിനെതിരെ കടുത്ത നടപടി വേണമെന്ന ആവശ്യം ആദ്യഘട്ടം മുതൽ ഉന്നയിച്ചത്. ശരിയാണ്. VV അരുണും ഡാൻ കുര്യനുമൊപ്പം KV ബൈജുമാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. സദാചാര വിരുദ്ധ പ്രവർത്തനത്തിലേർപ്പെട്ട MLA പുറത്താക്കാൻ നിയമസഭയ്ക്ക് അധികാരമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമസഭയുടെ പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് പരാതി ലഭിച്ചാൽ പരിശോധനകൾക്ക് ശേഷം നടപടിക്ക് ശുപാർശ ചെയ്യാനാവും. കമ്മിറ്റിയുടെ ശുപാർശ നിയമസഭ അംഗീകരിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ MLA സ്ഥാനത്ത് നിന്ന് പുറത്താക്കാനും കഴിയും. ഇതിന് ഇടതുമുന്നണി തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. കാണാം BVRന്റെ റിപ്പോർട്ട്. കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനം നഷ്ടപ്പെടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടത് അതുകൊണ്ടാണ്, രാജിവെക്കുന്നതാണ് ഉചിതമെന്ന് ആവശ്യപ്പെട്ടത് അതുകൊണ്ടാണ്. രാജി ആവശ്യപ്പെടാനല്ലാതെ അംഗത്തെ കൊണ്ട് നിർബന്ധിച്ച് രാജിവെപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വമോ മറ്റേതെങ്കിലും പാർട്ടിക്കോ കഴിയില്ല എന്നതാണ് വസ്തുത. രാഹുൽ മാങ്കൂട്ടത്തിന് വേണമെങ്കിൽ അടുത്ത നിയമസഭാ സമ്മേളനത്തിലും പങ്കെടുക്കാം. അവിടെ പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായി കോൺഗ്രസ് ടിക്കറ്റ് ജയിച്ചു വന്നുകൊണ്ട് തന്നെ, കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ചു വന്നതുകൊണ്ട് തന്നെ പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായി നിയമസഭയിൽ വോട്ട് ചെയ്താൽ സ്പീക്കർക്ക് കൂറുമാർ നിരോധന നിയമപ്രകാരം അംഗത്തെ അയോഗ്യനാക്കാമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന് കത്ത് നൽകാം. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനം കളയാൻ കോൺഗ്രസിന് മുന്നിലുള്ള ഒരു വഴി. മറ്റൊന്ന് പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയാണ്. സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അംഗത്തിന് നടപടിയെടുക്കാൻ, പരാതി ലഭിച്ച നടപടിയെടുക്കാൻ നിയമസഭയുടെ പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് അധികാരമുണ്ട്. അതിനൊരു പരാതി ഏതെങ്കിലും ഒരു MLAക്ക് ഈ അംഗത്തിനെതിരെ പരാതി നൽകാം. ആ പരാതി ലഭിച്ചാൽ സ്പീക്കർക്കാണ്, എത്തിക്സ് കമ്മിറ്റിക്ക് നേരിട്ടല്ല, സ്പീക്കർക്കാണ് ഒരു അംഗം പരാതി നൽകേണ്ടത്. ആ പരാതി ലഭിച്ചാൽ നിയമസഭാ സ്പീക്കർക്ക് ആ പരാതി സഭയുടെ പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് കൈമാറാം. ആ കമ്മിറ്റി നിരവധി നടപടിക്രമങ്ങൾക്ക് ശേഷമാകും ഇതിലുള്ള നടപടികൾ തീരുമാനിക്കേണ്ടത്. സഭാ സമ്മേളനം ചേരാത്ത സമയങ്ങളിലും ഒരു അംഗത്തിന്
മറ്റൊരു MLA-ക്കെതിരെ മറ്റൊരു അംഗത്തിനെതിരെ സദാചാര വിരുദ്ധ പ്രവർത്തനത്തിന് നിയമസഭയുടെ പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് പരാതി നൽകാം. സഭ ആരംഭിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ പരാതി ലഭിക്കുന്ന സമയത്തോ 9-ലധികം അംഗങ്ങൾ അടങ്ങിയിട്ടില്ലാത്ത പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് ഈ പരാതി ഗവർണർക്ക് കൈമാറാം. ആ കമ്മിറ്റി റഫർ ചെയ്യുന്ന ഏതൊരു പ്രശ്നവും പരിശോധിക്കാനും അതിലെ വസ്തുതകൾ പരിഗണിച്ച് അവകാശ ലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഉണ്ടെങ്കിൽ അതിന്റെ ആ അവകാശ ലംഘന സ്വഭാവം എന്തെന്ന് അത് ഇടവരുത്തിയ സാഹചര്യം എന്തെന്നൊക്കെ പരിശോധിച്ച് ഉചിതമുള്ള നടപടികൾ ആ കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യാം. ആ ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ട് സ്പീക്കർ സഭ ചേരുമ്പോൾ സഭയിൽ വയ്ക്കണം. ആ സഭ റിപ്പോർട്ട് പരിഗണിച്ച് കമ്മിറ്റിയിലെ ചെയർപേഴ്സണോ അല്ലെങ്കിൽ ഏതെങ്കിലും അംഗത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അംഗത്തിനോ റിപ്പോർട്ട് പരിഗണനയ്ക്കെടുക്കണമെന്ന ഉപക്ഷേപം സഭയിൽ അവതരിപ്പിക്കും. അങ്ങനെ ചെയ്താൽ ആ പ്രശ്നം സഭയിൽ വോട്ടിനിട്ട് തീരുമാനമെടുക്കാമെന്നാണ് നിയമസഭാ നടപടിക്രമങ്ങൾ, നിയമസഭാ ചട്ടങ്ങൾ പറയുന്നത്. സഭയിൽ വോട്ടിടുന്നതിന് മുമ്പ് സ്പീക്കർക്ക് ആ ഉപക്ഷേപത്തിന്മേൽ അരമണിക്കൂർ കവിയാത്ത സമയത്തേക്കുള്ള ചർച്ചയ്ക്കും അനുവദിക്കാവുന്നതാണ്. സഭ റിപ്പോർട്ട് പരിഗണിക്കേണ്ടതാണുള്ള കാര്യം സ്ഥാപിക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ ചർച്ചയിൽ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ചർച്ച പോകാൻ പാടില്ലെങ്കിലും ആ കാര്യങ്ങൾ വിശദമായി തന്നെ ചർച്ച നടക്കും. അതിനുശേഷം കമ്മിറ്റിയുടെ പരിഗണനയ്ക്കെടുക്കും. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സഭ അംഗീകരിക്കുകയാണെങ്കിൽ ആ അംഗത്തിനെ, ഈ സദാചാര വിരുദ്ധ പ്രവർത്തനം നടത്തിയ അംഗത്തിനെ നിയമസഭാ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ നിയമസഭയ്ക്ക് അധികാരമുണ്ട്. ആ പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പരിഗണിച്ച് അതിനു മുമ്പ് തന്നെ ഈ പരാതി ലഭിച്ചാൽ എത്തിക്സ് കമ്മിറ്റിക്ക് പരാതി കിട്ടിക്കഴിഞ്ഞാൽ ഈ കക്ഷികളെ, അതായത് പരാതി നൽകിയ ആളെയും ആരോപണ വിധേയനായ ആളെയും എത്തിക്സ് കമ്മിറ്റി ഹിയർ ചെയ്യണം. അവരുടെ വാദങ്ങൾ കൂടി കേട്ട ശേഷമാകും അന്തിമ തീരുമാനമെടുക്കുകയും ആ റിപ്പോർട്ട് തയ്യാറാക്കി സഭയിൽ വയ്ക്കുകയും ചെയ്യേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഇത്തരമൊരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ സഭ ചേരുന്ന സമയമല്ല, പക്ഷേ സ്പീക്കർക്ക് ഏതെങ്കിലും ഒരു MLA പരാതി നൽകിയാൽ സ്പീക്കർക്ക് ആ പരാതി സഭയുടെ പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് വിടാനുള്ള അധികാരമുണ്ട്. ഇനി ജനുവരി അവസാനമോ ഫെബ്രുവരി ആദ്യമോ ആകും നിയമസഭാ സെഷൻ ചേരുക. ബജറ്റ് സമ്മേളനമാണ് ഈ നിയമസഭയുടെ അവസാന സമ്മേളനം. അതിലൊരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പരാതി ലഭിച്ചാൽ ആ പരാതി കൂടി പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് കൂടി ഒരുപക്ഷെ സമ്മേളനത്തിൽ വന്നേക്കാം. അതൊരു നീക്കങ്ങളും ഇടത് കേന്ദ്രങ്ങൾ ഭരണപക്ഷം ആരംഭിച്ചതാണ് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സദാചാര വിരുദ്ധ പ്രവർത്തനത്തിന് സഭയുടെ അംഗത്വം കൂടി റദ്ദാക്കി പുറത്താക്കാനുള്ള അധികാരമുണ്ടാവും. അങ്ങനെയെങ്കിൽ അത് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായമായി കൂടി രചിക്കപ്പെടും. നേരത്തെ KR ഗൗരിയമ്മയ്ക്കെതിരെയുള്ള അധിക്ഷേപകരമായ പരാമർശത്തിന് PC ജോർജിന് നിയമസഭ താക്കീത് ചെയ്തിരുന്നു. അതിനപ്പുറത്തേക്ക് സദാചാര വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ, മോശം സ്വഭാവത്തിന്റെ പേരിൽ ഒരു അംഗത്തെയും കേരള നിയമസഭ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. അങ്ങനെ സംഭവിച്ചാൽ അതിലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാട് MLA ഒരു പുതിയ റെക്കോർഡാകും, പുതിയ ചീത്തപ്പേരാകും എഴുതി ചേർക്കാൻ പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മറ്റൊരു പെൺകുട്ടി പരാതിയുമായി വരാൻ സാധ്യതയുണ്ടെന്ന് ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ ഡിവൈഎഫ്ഐ നേതാവ് ഷാനിബ്. ഈ പരാതി നേരത്തെ ഉള്ളതാണ്. ഇത് ഒതുക്കി തീർക്കാൻ ഷാഫി പറമ്പിൽ ശ്രമിച്ചു. ഷാഫി പറമ്പിൽ ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയെന്നും ഇതിന് വ്യക്തമായ തെളിവ് തന്റെ കൈവശമുണ്ട് എന്നുമായിരുന്നു ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ ഇന്നലെ ഷാനിബ് പ്രതികരിച്ചു. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന പാലക്കാട് മുൻ MLA യും ഇപ്പോൾ വടകര MP ആയിട്ടിരിക്കുന്ന ഷാഫി പറമ്പിലാണ്. അയാളെ അന്നും സഹായിച്ചിട്ടുള്ളത്, ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നത്, അയാൾക്കുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് ഷാഫി പറമ്പിലാണെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. മറ്റു പരാതികളെ കുറിച്ചും സൂചനകൾ ഉണ്ടായല്ലോ. ഇത് മാത്രമല്ല, മറ്റു ധാരാളം യുവതികൾ, യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള പെൺകുട്ടികളും മഹിളാ കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള പെൺകുട്ടികളും മറ്റ് യൂത്ത് കോൺഗ്രസിലെ തന്നെ മറ്റ് സെല്ലുകളുണ്ട്. ആ സെല്ലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ത്രീകളും ഈ ഷാഫി പറമ്പിന് വളരെ കൃത്യമായിട്ട് പരാതികൾ പറഞ്ഞിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ പരാതി നൽകിയ ഇരയെ സമൂഹമാധ്യമത്തിലൂടെ അപമാനിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് വീണ്ടും പരിഗണിക്കും. തിരുവനന്തപുരം അഡീഷണൽ CGM കോടതിയാണ് ഹർജി പരിഗണിക്കുക. നേരത്തെ സെഷൻസ് കോടതി ജാമ്യ ഹർജി തള്ളിയിരുന്നു. പോലീസ് കസ്റ്റഡിയിൽ കഴിഞ്ഞിരുന്ന രാഹുലിനെ ഇന്നലെ വീണ്ടും തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ എത്തിച്ചിരുന്നു. സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 5ാം പ്രതിയാണ് രാഹുൽ ഈശ്വർ. കേസിൽ 4ാം പ്രതിയാണ് KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ. സന്ദീപിന്റെ ജാമ്യ ഹർജി ഇന്ന് പരിഗണിക്കാനിരിക്കുകയായിരുന്നു. എന്നാൽ ജഡ്ജി അവധിയായതിനാൽ ഇന്ന് പരിഗണിക്കാൻ സാധ്യതയില്ല. വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മാധ്യമങ്ങളെ കാണും. എറണാകുളം പ്രസ് ക്ലബ്ബിൽ രാവിലെ 11 മണിക്കാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുക. വരും ദിവസങ്ങളിൽ തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലും സംവാദ പരിപാടിയുണ്ടാകും. ഒരിടവേള, തിരിച്ചെത്തും. 2 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്നലെ ന്യൂഡൽഹിയിലെത്തി.
പാലം വിമാനത്താവളത്തിൽ ഇറങ്ങിയ പുടിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി സ്വീകരിക്കുകയായിരുന്നു. ഇന്ത്യ റഷ്യ പ്രതിരോധ മന്ത്രിമാരുടെ യോഗം ഇന്നലെ വൈകുന്നേരം നടന്നു. ഇന്ന് 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പുടിൻ കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ നമ്മൾ കണ്ടതാണ്, വളരെ ഊഷ്മളമായ സ്വീകരണമായിരുന്നു റഷ്യൻ പ്രസിഡന്റിന് ഇന്ത്യയിൽ ലഭിച്ചത്. പുടിന്റെ ഇന്ത്യ സന്ദർശനത്തെ അന്താരാഷ്ട്ര തലത്തിലടക്കം വലിയ പ്രാധാന്യമാണുള്ളത്. ലോകരാഷ്ട്രങ്ങളടക്കം അത് വലിയ പ്രാധാന്യത്തോടു കൂടി നോക്കിക്കാണുന്നു. രഞ്ജിത്ത് രാമചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. രഞ്ജിത്ത്, തന്ത്രപ്രധാനമായ നിരവധി യോഗങ്ങൾ ഉണ്ടാകുന്നു, പ്രധാന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും കൂടിക്കാഴ്ചയിലെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോകരാഷ്ട്രങ്ങളടക്കം ഈ പുടിൻ ഇന്ത്യ സന്ദർശനത്തെ ആകാംക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. നമ്മൾ കേട്ടതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള പുടിന്റെ പരാമർശം അടക്കം. തീർച്ചയായും ഭവ്യ, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ചൈനയും അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ പ്രാധാന്യത്തോടെ കാണുന്നത്. അതിലൊന്ന്, റഷ്യൻ എണ്ണയുടെ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് എന്ത് തീരുമാനം പുടിനെ നരേന്ദ്രമോദി അറിയിക്കും എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, ഏറ്റവും അധികം അമേരിക്ക ഉപരോധം നമ്മളിൽ ഏർപ്പെടുത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം റഷ്യൻ എണ്ണ ഇന്ത്യയിലേക്ക് കൂടുതലായി എത്തുന്നു എന്നുള്ളതാണ്. ഈ ആപത്ത് കാലത്ത് വലിയ തോതിൽ നമ്മൾ സമ്പത്തുണ്ടാക്കിയത് റഷ്യൻ എണ്ണയുടെ ഒരു വരവ് കൊണ്ടാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യൻ എണ്ണ ശരിക്കും ഒരു വലിയ അക്ഷയ ഖനിയായിരുന്നു. കാരണം വളരെ വില കുറച്ച് ഇന്ത്യയിലേക്ക് എണ്ണ തരാൻ പുടിൻ തയ്യാറാവുകയും അത് നമ്മുടെ വിദേശ നാണ്യ രംഗത്തൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുകയും നമ്മൾ ലോകത്തിലെ എണ്ണ കയറ്റുമതി രാജ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് എത്തുകയും മറ്റും ചെയ്തു. ട്രംപിനെ ചൊടിപ്പിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകം അതായിരുന്നു. അവിടെ റഷ്യയോട് ഇന്ത്യ എന്ത് മറുപടി പറയുമെന്ന കാര്യത്തിൽ ഒരു ചോദ്യം ഉണ്ടാകും, സംശയമില്ല. ഒരു തരത്തിലുള്ള നീക്കങ്ങളുണ്ട്. മറ്റൊന്ന്, യുക്രൈൻ റഷ്യ സംഘർഷം അത് പരിഹരിക്കണം എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യയിലെത്തുന്ന പുടിനോട് ഇക്കാര്യം മോദി ആവശ്യപ്പെടണമെന്നാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, 22ഓളം തവണ ഈ വിഷയത്തിൽ മോദി പുടിനുമായി ഫോണിലും നേരിട്ടുമായി സംസാരിച്ചിരുന്നു. 2 തവണയാണ് നേരിട്ട് കണ്ടത്. ഇതിനിടയിൽ 2022 ശേഷം ഈ വിഷയത്തിൽ മോദിക്ക് എന്താകും, ഈ സംസാര സമയത്തൊക്കെ യുദ്ധം അവസാനിപ്പിക്കണമെന്നും സമാധാന ശ്രമങ്ങളുമായി മുന്നോട്ട് പോകണമെന്നുമുള്ള ആവശ്യം മോദി ഉന്നയിച്ച പശ്ചാത്തലമുണ്ട്. ഈ വിഷയത്തിൽ എന്തായിരിക്കും മോദിക്ക് പുടിനോട് പറയാനുണ്ടാവുക എന്നുള്ളതും ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട്. ഏതായാലും വളരെ വലിയൊരു സന്ദർശനമാണ്. 2022 യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം ആദ്യമായാണ് പുടിൻ ഇന്ത്യയിലേക്ക് വരുന്നത്. സ്വന്തം ലിമോസിൻ കാറിലാണ് എത്തുന്നത് എന്ന് നമുക്കറിയാം. 2022 യുദ്ധത്തിന് ശേഷം ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിക്ക് ശേഷം ഇന്നലെ അവർ ഒരുമിച്ച് യാത്ര ചെയ്യുന്നത്, അത് മോദിയുടെ കാറിൽ യാത്ര ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു. ഒപ്പം ഏറ്റവും ശക്തനായ നേതാവാണ് മോദി എന്നും ഇന്ത്യക്ക് മോദിയെ ലഭിച്ചത് വലിയ ഭാഗ്യമാണ് എന്നും പുടിൻ പറയുന്ന വാക്കുകളൊക്കെ നമ്മൾ കേട്ടു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ, ഒപ്പം മോദി എന്നിവർ മാത്രം പങ്കെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട യോഗമാണ് 12 മണിയോടുകൂടി ഡൽഹിയിലെ ഹൈദരാബാദ് ഹൗസിൽ നടക്കുക എന്നാണ് അറിയുന്നത്. 11 മണിക്ക് രാഷ്ട്രപതി ഭവനിൽ പുടിന് പ്രത്യേക സ്വീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എണ്ണ വിതരണം, ആണവോർജ്ജ മേഖലയിലെ സഹകരണം എന്നിവ പ്രധാനപ്പെട്ട വിഷയങ്ങളായി വരും. ഒപ്പം S-400 എയർ ഡിഫൻസ് സിസ്റ്റം, Su-57 ഫൈറ്റർ ജെറ്റുകൾ എന്നിവയുടെ വാങ്ങൽ സംബന്ധിച്ചുള്ള ചർച്ചകൾ പ്രധാനമായി ഉണ്ടാകും. 2030 $100 ബില്യൺ ഇന്ത്യ റഷ്യ ഉഭയകക്ഷി വ്യാപാരം വളർത്താനുള്ള എല്ലാ തരത്തിലുമുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിൽ ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയാണ് പ്രധാനമായി ഉള്ളത്. അതാണ് 12 മണിക്ക് ഹൈദരാബാദ് ഹൗസിൽ നടക്കുക എന്നുള്ളതാണ്. റഷ്യ ഇന്ത്യ സാമ്പത്തിക സഹകരണത്തിനായുള്ള 2030 രൂപരേഖ, ലിക്വിഡ് റോക്കറ്റ് എഞ്ചിൻ നിർമ്മാണത്തെക്കുറിച്ചുള്ള മെമ്മോറാണ്ടം തുടങ്ങി നിർണായകമായ പല തീരുമാനങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒപ്പം ഇന്നലെ പുടിൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട, ഇന്നലെ ഇന്ത്യൻ വാർത്താ ഏജൻസികൾക്കാണ് അഭിമുഖം നൽകിയത് പുടിൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇന്ത്യക്ക് റഷ്യൻ എണ്ണ വാങ്ങാനുള്ള എല്ലാ പരമാധികാരവുമുണ്ട്, അത് തീരുമാനിക്കേണ്ട അവരാണ്. മറ്റുള്ള രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് അസന്നിഗ്ധമായി പുടിൻ പറഞ്ഞു. യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ചോദ്യമുണ്ടായിരുന്നു. അത് തൻ്റെ ലക്ഷ്യം സാധിക്കും വരെ യുദ്ധവുമായി മുന്നോട്ട് പോകുമെന്നാണ് യുക്രൈൻ്റെ കാര്യത്തിൽ പുടിൻ പറഞ്ഞത്. അങ്ങനെ ലോകത്തെ ഏറ്റവും ശക്തനായ നേതാവ്, തൻ്റെ വാക്കുകളിൽ തൻ്റെ പ്രവർത്തികളിൽ അചഞ്ചലായ നേതാവാണ് ഇപ്പോൾ ഇന്ത്യയിലെത്തിയിരിക്കുന്നത്. അതും ഇന്ത്യ റഷ്യ ബന്ധം വളരെ വലിയ തോതിൽ ദൃഢമാകുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. ഭവ്യ. രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം പച്ചാളത്ത് റെയിൽവേ ട്രാക്കിൽ ആട്ടുകല്ല്. ട്രെയിൻ അട്ടിമറി ശ്രമമെന്നാണ് സംശയിക്കുന്നത്. തലനാരിഴയ്ക്കാണ് വൻ അപകടം ഒഴിവായത്. പുലർച്ചെ മൈസൂരു തിരുവനന്തപുരം കൊച്ചുവേളി എക്സ്പ്രസ് കടന്നുപോയതിനു ശേഷമാണ് ആട്ടുകല്ല് കണ്ടെത്തിയത്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. ആജ്ഞ, ഇതെപ്പോഴായിരുന്നു സംഭവം? എന്തായാലും ഇത് കണ്ടെത്തിയത് വലിയ അപകടം ഒഴിവാക്കിയെന്ന കാര്യത്തിൽ സംശയമില്ല. എന്താണ് പോലീസ് സംശയിക്കുന്നത്? വിവരങ്ങൾ.
ഇന്ന് രാവിലെ ഏകദേശം 4:30 മണിയോടുകൂടിയാണ് മൈസൂർ കൊച്ചുവേളി എക്സ്പ്രസ് ഈ വഴിയെ കടന്നു പോവുകയും ചെയ്തു. അതിനുശേഷമാണ് ലോക്കോ പൈലറ്റിന്റെ ശ്രദ്ധയിൽ ഈ ആട്ടുകല്ല് പെടുകയും അദ്ദേഹം റെയിൽവേ പോലീസിനെയും അതോറിറ്റികളെയും ഒക്കെ അറിയിച്ച ശേഷം അവരുടെ പരിശോധന നടത്തുകയായിരുന്നു. ട്രാക്കിൽ ഒരു പട്ടിയുടെ മൃതദേഹം കിടപ്പുണ്ട്, ചിന്നിച്ചിതറിയാണ് കിടക്കുന്നത്. അതിനെ അടിച്ചു കൊല്ലാൻ വേണ്ടി ആട്ടുകല്ല് ഉപയോഗിച്ചതാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്നിരുന്നാലും ട്രെയിൻ കയറിയായിരിക്കാം പട്ടി ഇവിടെ ശവം ചിതറിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നിരുന്നാലും അതിനു മുൻപ് ഈ പട്ടിയെ കൊല്ലാൻ വേണ്ടി ആട്ടുകല്ല് ഉപയോഗിച്ചു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോറൻസിക് സംഘം എത്തി പരിശോധന നടത്തുന്നുണ്ട്. അട്ടിമറി സംശയം എന്നുള്ളതാണ് അല്പം ആശങ്കയുണ്ടാക്കുന്നത്. ഈ ആശങ്ക പരിഹരിക്കാൻ വേണ്ടി അതിനൊരു ദൂരീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുമെന്നാണ് അസിസ്റ്റന്റ് കമ്മീഷണർ നമ്മളോട്, റെയിൽവേ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ നമ്മളോട് പറഞ്ഞത്. എങ്ങനെയാണ് ഈ ട്രെയിൻ ഈ ആട്ടുകല്ലിന്റെ മുകളിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും വലിയ അപകടമാണ് ഒഴിവായത്. അതായത് അതിന് ട്രാക്കിന്റെ നടുവിൽ തന്നെയാണ് ഈ ആട്ടുകല്ല് കൊണ്ടുവന്നിട്ടത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തന്നെ ട്രെയിൻ തട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ട്രാക്ക് മാറിപ്പോവുകയോ പാളം തിരിക്കുകയോ വലിയ അപകടങ്ങളിലേക്ക് പോവുകയോ ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഭാഗ്യവശാൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. മറ്റ് ട്രെയിനുകൾ വരുന്നതിന് മുൻപ് തന്നെ ട്രാക്കിൽ നിന്നും ആ ഒരു കല്ല് എടുത്തു മാറ്റാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു ചെറിയ പട്ടിക്കുട്ടിയുടെ മൃതശരീരമാണ് ഇവിടെ കിടക്കുന്നത്. എന്തായാലും ട്രെയിൻ കയറി ചിതറിയ സാഹചര്യത്തിലാണ്. അതും കൂടി ഈ ഒരു സാഹചര്യത്തിൽ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതായത് ഈ പട്ടിയെ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ച ആട്ടുകല്ലാണോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട സംശയമാണ് ബാക്കിയുള്ളത്. എന്തായാലും ട്രാക്കിൽ നിന്നും അത് എടുത്തു മാറ്റിയിട്ടുണ്ട്. പക്ഷേ ട്രെയിൻ കയറിയായിരിക്കും ഒരു പക്ഷേ ഈ പട്ടിയുടെ ശവശരീരം ഇങ്ങനെ ചിതറിപ്പോയത് എന്നൊരു അഭ്യൂഹമുണ്ട്. टोटल ट्रेसपास एरिया है, कोई भी आके कुछ भी कर सकता है. जैसा लगता है ये उनके साथ कोई कनेक्टेड होगा. जो कुत्ता जो मरा है उनके साथ वो पत्थर का कोई कनेक्शन होगा. क्या हो सकता है ना? हम लोग देख रहे हैं, फॉरेंसिक कराएगा, वो दोनों ये मिलेगा तो ये आगे बढ़ेगा. CCTV भी चेक हो रहा है. ठीक है. പോലീസ് പറയുന്നതനുസരിച്ച് ഈ സമീപ പ്രദേശങ്ങളൊക്കെ ലഹരി മാഫിയ ഉള്ള സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള ആരെങ്കിലും ഒരു അങ്ങനെ ലഹരി ഉപയോഗിക്കപ്പെട്ട സാഹചര്യത്തിൽ അങ്ങനെ ഇങ്ങനെ ഒരു ഇന്റൻഷൻ ഉണ്ടായി പെട്ടെന്ന് കല്ലെടുത്ത് ഇതിനെ നടുവിലേക്ക് ഇട്ടതാണോ എന്നറിയില്ല. എന്നിരുന്നാൽ പോലും വളരെ വ്യക്തമായി തന്നെ ഈ ട്രെയിനിന്റെ നടുവിൽ, അതായത് ട്രാക്കിന്റെ നടുവിലാണ് ഈ ആട്ടുകല്ല് കിടന്നിരുന്നതും. അത് ട്രെയിൻ ഏത് സാഹചര്യത്തിലും ഈ പോയ മൈസൂർ തിരുവനന്തപുരം ട്രെയിനിൽ തട്ടിയില്ലെങ്കിൽ പോലും അത് തട്ടി പാളം തെറ്റാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും പരിശോധിച്ചു വരികയാണ്. പരിശോധനകൾ തുടരുന്നതേയുള്ളൂ. അതിൽ കൂടുതൽ വ്യക്തത വരണം. ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവണം ഈ ഒരു വിഷയത്തിൽ. അത് പോലീസ് പരിശോധിക്കുകയാണ്. ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ പരിശോധന നടത്തിയ ശേഷമേ അതിലെന്തെങ്കിലും സാഹചര്യമുള്ളൂ. നിലവിൽ ആശങ്കയുള്ളത് ഇത് അട്ടിമറിയാണോ എന്നുള്ളത് മാത്രമാണ്. നിലവിൽ ഈ നമുക്ക് ഈ ട്രാക്കിലൂടെ തന്നെ ട്രെയിനുകൾ എപ്പോഴും നിരന്തരം കടന്നു പോകുന്നത് കൂടിയാണ്. 2 ട്രാക്കുകളാണുള്ളത്, നിരന്തരം കടന്നു പോകുന്നതാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ വലിയ അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ട്രെയിനിൽ തട്ടാനുള്ള ഉയരം ആട്ടുകല്ലിനുണ്ടായിരുന്നില്ല. ആ ഒരു ഇതുകൂടി സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഇതൊരു പക്ഷേ ഈ അട്ടിമറിക്കുള്ളതല്ല എന്നുള്ളൊരു വ്യക്തത പോലീസിന് വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അത് സ്ഥിരീകരിക്കണം. അത്തരം സ്ഥിരീകരണങ്ങൾ ഉണ്ടാവണമെങ്കിൽ കൂടുതൽ പരിശോധന വേണ്ടിവരും. അടുത്തുള്ള CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ മുൻ ദേവസ്വം കമ്മീഷണർ N. വാസുവിന്റെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കും. പ്രതിയെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. കട്ടിളപ്പാളി കേസിൽ 3ാം പ്രതിയാണ് വാസു. നേരത്തെ വാസുവിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളിയിരുന്നു. 2019 ദേവസ്വം കമ്മീഷണറായിരുന്ന N. വാസുവിന്റെ ശുപാർശയിലാണ് കട്ടിളപ്പാളിയിലെ സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയതെന്നാണ് SIT കണ്ടെത്തൽ. എന്നാൽ താൻ വിരമിച്ച ശേഷമാണ് പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതെന്നും താൻ നിരപരാധിയെന്നുമാണ് N. വാസുവിന്റെ വാദം. ഒരിടവേള കൂടി. സാങ്കേതിക പ്രശ്നങ്ങളും ജീവനക്കാരുടെ ക്ഷാമവും കാരണം ഇൻഡിഗോ എയർലൈൻസിൽ പ്രതിസന്ധി അതിരൂക്ഷം. ഇന്നും സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കുകയാണ്. സർവീസുകൾ സാധാരണ നിലയിലാക്കാൻ ഫെബ്രുവരി വരെ സമയമെടുക്കുമെന്നാണ് വിശദീകരണം. ER രാകേഷ് വിവരങ്ങളുമായി ചേർന്നു. രാകേഷ്, ഈ പ്രതിസന്ധി എപ്പോഴത്തേക്ക് അവസാനിക്കുമെന്നാണ് പറയുന്നത്?
ഭവ്യ, രാജ്യത്തെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ ഇൻഡിഗോയുടെ പ്രവർത്തനം താളം തെറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി ഇൻഡിഗോയുടെ പല സർവീസുകളും റദ്ദാക്കപ്പെടുന്നു. പലതും വളരെ വൈകി സർവീസ് നടത്തുന്നു. ഇന്നലെ മാത്രം റദ്ദാക്കിയത് ഏതാണ്ട് 550 വിമാനങ്ങളാണ്. ഇന്നും സമാനമായ സാഹചര്യമാണ്. പല വിമാനത്താവളത്തു നിന്നും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നുള്ള സർവീസുകൾ ഇൻഡിഗോ റദ്ദാക്കി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഹൈദരാബാദിൽ നിന്ന് 37 വിമാനങ്ങളാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ചണ്ഡീഗഡിൽ നിന്ന് 15, ഗോവയിൽ നിന്നുള്ള 11 വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഇന്ന് പുറപ്പെടേണ്ട 2 വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് എത്തിച്ചേരേണ്ട 2 വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. കൂടാതെ 3 സർവീസുകൾ വൈകിയാണ് ഇന്ന് ആരംഭിച്ചിരിക്കുന്നത്. അപ്പം എത്തേണ്ട 3 സർവീസുകളും തിരുവനന്തപുരത്ത് വൈകിയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതാണ് നിലവിലെ സാഹചര്യം. അതുകൊണ്ട് തന്നെ യാത്രക്കാർ വലിയ ദുരിതം അനുഭവിക്കുകയാണ്. കാരണം രാജ്യത്തെ ഏതാണ്ട് 60% സർവീസുകൾ നടത്തുന്നത് ഇൻഡിഗോയാണ്. ഇൻഡിഗോ പലപ്പോഴും അവരുടെ കൃത്യനിഷ്ഠ കൊണ്ടാണ് പേര് എടുത്തിട്ടുള്ളതെങ്കിൽ ഇന്നലത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 19% സർവീസുകൾ മാത്രമാണ് ഇൻഡിഗോയ്ക്ക് കൃത്യസമയം പാലിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇന്നലെ ഈ പ്രതിസന്ധി കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇൻഡിഗോ അധികൃതരുമായി DGCA ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിൽ അവർ അറിയിച്ചിട്ടുള്ളത് ഫെബ്രുവരി മാസം 10-ാം തീയതിയോടുകൂടി മാത്രമേ സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുള്ളൂ. അതായത് സർവീസ് മുൻപത്തേതുപോലെ നടത്താൻ കഴിയൂ എന്നാണ് ഇപ്പോൾ ഇൻഡിഗോ അറിയിച്ചിരിക്കുന്നത്. മാത്രവുമല്ല 8-ാം തീയതി മുതൽ സർവീസുകൾ വെട്ടിച്ചുരുക്കാനാണ് ഇൻഡിഗോയുടെ തീരുമാനം. അങ്ങനെ സർവീസുകൾ വെട്ടിച്ചുരുക്കി പരമാവധി കൃത്യനിഷ്ഠ പാലിക്കുക, അതിലേക്കാണ് ഇപ്പോൾ ഇൻഡിഗോ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏതായാലും വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ DGCA ഇതിനോടകം തന്നെ ഇൻഡിഗോയുടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് റോസ്റ്റർ പുനഃക്രമീകരണം, ക്യാബിൻ ക്രൂവിനുള്ള പരിശീലനം, സുരക്ഷാ അപകട സാധ്യത വിലയിരുത്തൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഏതായാലും ഇൻഡിഗോയ്ക്ക് DGCA നൽകിയിട്ടുള്ളത്. ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധിക്ക് പ്രധാനപ്പെട്ട കാര്യം FDTL നടപ്പാക്കിയതാണ്. കാരണം ഇത് പ്രകാരം FDTL ഫുൾ ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻ നടപ്പാക്കിയത് പ്രകാരം നേരത്തെ ഉണ്ടായിരുന്ന പല നിബന്ധനകളിലും മാറ്റം വന്നിരിക്കുന്നു. നേരത്തെ 36 മണിക്കൂറാണ് ആഴ്ചയിൽ വിശ്രമ സമയം അനുവദിച്ചിരുന്നെങ്കിൽ അതിപ്പോൾ 48 മണിക്കൂറായി വർദ്ധിച്ചിരിക്കുന്നു പുതിയ നിബന്ധന പ്രകാരം. അതുൾപ്പെടെ പല വ്യവസ്ഥകളുമാണ് ഇപ്പോൾ ഇൻഡിഗോയെ വലിയ പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ ജീവനക്കാരുടെ അടക്കം ക്ഷാമത്തിലേക്ക് നയിക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ 2024 തന്നെ ഈ നിയമം നടപ്പാക്കാനുള്ള നീക്കങ്ങളൊക്കെ തന്നെ ആരംഭിച്ചിരുന്നെങ്കിലും ഇൻഡിഗോ അടക്കമുള്ള വിമാന കമ്പനികളുടെ എതിർപ്പിനെ തുടർന്ന് അത് നീട്ടിവെക്കുകയായിരുന്നു. തുടർന്ന് ഡൽഹി ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് കഴിഞ്ഞ മാസം മുതൽ നടപ്പാക്കി തുടങ്ങിയത്. അതോടുകൂടിയാണ് വലിയ പ്രതിസന്ധിയിലേക്ക് ഇൻഡിഗോ ഇപ്പോൾ എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇപ്പോൾ യാത്രക്കാരെ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആഭ്യന്തര സർവീസിന് ജനങ്ങൾ ആശ്രയിക്കുന്ന ഇൻഡിഗോയുടെ പ്രവർത്തനം തന്നെ ആകെ താളം തെറ്റാൻ ഇടയാക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും സ്ഥിതി ഗുരുതരമായി തന്നെ തുടരുകയാണ്. കാരണം ഇന്നലെ 550 ഫ്ലൈറ്റുകൾ സർവീസുകൾ റദ്ദാക്കിയെങ്കിൽ അതിനോട് സമാനമായ രീതിയിൽ തന്നെയാണ് രാവിലത്തെ കണക്കുകൾ. ഇപ്പോൾ വരെ ഏതാണ്ട് 100-ലധികം സർവീസുകൾ ഇപ്പോൾ ഇൻഡിഗോ റദ്ദാക്കിയിരിക്കുകയാണ് വിവിധ നഗരങ്ങളിൽ നിന്നായി. ഭവ്യ, PR രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിൽ വീണ്ടും തിരക്കേറുന്നു. രാവിലെ 9 മണിവരെ 38,000-ലധികം തീർത്ഥാടകരാണ് മല കയറിയത്. ഇന്നലെ 84,872 പേർ ദർശനം നടത്തി. അന്നദാനത്തിൽ കേരള സദ്യ വിളമ്പണമെന്ന ദേവസ്വം പ്രസിഡന്റിന്റെ നിർദ്ദേശത്തിൽ ഇന്ന് ചേരുന്ന ബോർഡ് യോഗം തീരുമാനമെടുക്കും. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണ്. രാവിലെ മുതൽ തുടങ്ങിയ തീർത്ഥാടക പ്രവാഹം ഇപ്പോഴും തുടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ബുദ്ധിമുട്ടില്ലാതെ തൊഴാനുള്ള സാഹചര്യങ്ങൾ, എത്താനുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ ദേവസ്വം ബോർഡും പോലീസും ചേർന്ന് ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർത്ഥാടകരും അത് തന്നെയാണ് പറയുന്നത്. നമുക്ക് അവരോട് ചോദിക്കാം. தமிழ் எங்கிருந்து வருதுங்க? நாங்கள் கோயம்புத்தூர்லேருந்து வரோம் சாமி. நாங்கள் ஒரு 30 பேர் வந்திருந்தோம். நேற்று நைட்டே வந்துட்டோம். 2 மணி நேரத்தில் வந்துட்டோம். சாமி தரிசனம் பார்த்துட்டோம். எல்லாம் ஏற்பாடெல்லாம் நல்ல முறையில் பண்ணியிருக்காங்க. ஓரளவுக்கு திருப்தியாக இருக்குது. எல்லாம் நாங்கள் சாமி பார்த்து கும்பிட்டோம் சாமி. தண்ணி பிஸ்கட்டு அப்படியெல்லாம் கிடைச்சிருக்கு? தண்ணி பிஸ்கட்டு வர வழியில் அதெல்லாம் கொடுக்குறாங்க. தண்ணி கொடுத்துட்ருக்குறாங்க. பிஸ்கட்டு அதெல்லாம் கொடுத்துட்ருக்குறாங்க. ஒன்றும் பிரச்சனை இல்லை. மெடிக்கல் ஹெல்ப் எல்லாம் கிடைச்சிருக்கு? மெடிக்கல் ஹெல்ப் என்ன வேணுமோ அதெல்லாம் பண்ணிட்டு தான் இருக்காங்க. வர வழியில் பண்ணிட்டு இருக்காங்க சார். ஏறும்போது 18ஆம் படி இல்லை, 18ஆம் படி வரும்போது ஒன்றும் பெரிய அவ்வளோ ஒன்றும் கஷ்டம் இல்லை. நார்மலான கூட்டம் தான். ஒரு பெரிய கூட்டம் கஷ்டம்லாம் சொல்கிறதுக்குலாம் இல்லை. போலீஸ் எந்த மாதிரி இருக்கு? போலீஸாக நம்மளுக்கு பக்தர்களுக்கு என்னென்ன தேவையோ அந்த வசதியெல்லாம் பண்ணி கொடுக்குறாங்க. நல்ல முறையில் சிறப்பாக பண்ணி கொடுக்குறாங்க. கூட்டம் அதிகமாக இருந்துச்சு ஆரம்பத்தில் தொடங்கினப்போ. இப்போ பரவாயில்லைங்க, எல்லாமே கண்ட்ரோலில் இருக்குது. ஸ்பாட் புக்கிங் கொஞ்சம் கம்மி பண்ணி எல்லாமே அந்த விர்ச்சுவல் கியூ அனுமதிக்கிறதுனால ஓரளவுக்கு இப்போ கூட்டம் பரவாயில்லைங்க. விர்ச்சுவல் கியூ தான் வந்தது. விர்ச்சுவல் கியூவில் தான் வந்து கரெக்ட் டைம் எல்லாமே அலோவ் பண்ணாங்க. ஓகே, எல்லாம் அங்கே இதெல்லாமே ஏற்பாடுகள் எல்லாமே நல்லா பண்ணியிருக்காங்க.
வர சாமிமார்கள் எல்லாருமே வந்து வர்ச்சுவல் டிக்கெட் போட்டிருந்தா யாருக்கு எந்த சிரமம் இல்லாமல் வந்து சாமி தரிசனம் பார்த்துட்டு போயிடும். അതായത് വെർച്വൽ ക്യൂവിൽ വന്ന് ബുക്ക് ചെയ്ത് വരുന്ന ആളുകൾക്ക് സുന്ദരമായ രീതിയിൽ സുഗമമായ രീതിയിൽ എത്താവുന്ന സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് തീർത്ഥാടകർ പറയുന്നത്. പ്രത്യേകിച്ചും ശബരിമലയിൽ പല ദിവസങ്ങളിലായി ഇന്നത്തേക്ക് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്ന ആളുകൾ ഇന്ന് വരാൻ സാധിക്കാതെ 2 ദിവസം കഴിഞ്ഞോ ഒരാഴ്ച കഴിഞ്ഞോ എത്തുന്ന സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ എന്തെങ്കിലും അസൗകര്യമുണ്ടെങ്കിൽ അന്ന് ബുക്ക് ചെയ്ത ആളുകൾ നേരത്തെ വരുന്ന സാഹചര്യമുണ്ട്. എന്നാൽ അവരെ ഒന്നും തന്നെ തിരിച്ചയക്കുന്ന ഒരു പതിവ് ശബരിമലയിൽ ഇല്ല. അവർ പമ്പയിൽ വെച്ച് തന്നെ അവർക്ക് സുഗമമായ രീതിയിൽ കടന്നു വരാനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട്. അതേസമയം സന്നിധാനത്തെത്തുമ്പോൾ തിരക്ക് നിയന്ത്രിക്കാനുള്ളൊരു സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. അതിനായി പ്രത്യേകം സംവിധാനം ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. ആദ്യ ദിവസങ്ങളിലെ ചില പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയത്. ഒപ്പം തന്നെ ഇന്ന് ദേവസ്വം ബോർഡ് യോഗത്തിലാണ് പ്രത്യേകമായി തീരുമാനം വരേണ്ടത്. കാരണം അന്നദാനം സദ്യ ആയി കേരളീയ സദ്യയായി കൊടുക്കണം എന്നൊരു തീരുമാനം എടുത്തിരുന്നു. ആ തീരുമാനം പക്ഷേ നടപ്പാക്കാൻ സാധിച്ചില്ല. പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായിരുന്നത്. അത് കാരണം ചെയ്തിരിക്കുന്നത് ഇന്ന് വീണ്ടും അത് റിവ്യൂ ചെയ്യും. അവലോകന യോഗങ്ങൾ 2 തവണ നടന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഇന്ന് ഒരിക്കൽ കൂടി അക്കാര്യം അവലോകനം ചെയ്യും. അതിനുശേഷമായിരിക്കും അന്നദാന സദ്യയിലുള്ള തീരുമാനം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിനെ അയോഗ്യനാക്കണമെന്ന ഹർജി കാർഷികോൽപാദന കമ്മീഷണർ ഡോക്ടർ ബി അശോകാണ് ഹർജി നൽകിയത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി ഹർജി ഫയലിൽ സ്വീകരിച്ചു. പി അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, വിശദാംശങ്ങൾ. ഭവ്യ, നിലവിൽ IMGയുടെ ഡയറക്ടറാണ് കെ ജയകുമാർ. ആ പദവിയിലിരിക്കുമ്പോഴാണ് ജയകുമാറിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി CPM നോമിനേറ്റ് ചെയ്തത്. അദ്ദേഹം ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുകയും ചെയ്തു. ഇത് അനുവദിക്കാനാകില്ല. ഇത് ചട്ടലംഘനം എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. അയോഗ്യരാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതി സമീപിച്ചത് IAS ഉദ്യോഗസ്ഥരാണ്. ബി അശോക്, അദ്ദേഹം കാർഷികോൽപാദന കമ്മീഷണർ ഡോക്ടർ ബി അശോക് തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതിയിലാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത്. ഹർജിയിൽ കോടതി കെ ജയകുമാറിനും ദേവസ്വം സെക്രട്ടറിക്കും സർക്കാരിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന പദവി വഹിക്കുന്നയാൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമോ പ്രസിഡന്റോ ആകുന്നത് ചട്ടപ്രകാരമല്ല. അത് അയോഗ്യതയ്ക്ക് കാരണമാകുമെന്നാണ് ഈ ഹർജിയിലെ ആരോപണം. അതായത് അരുൺ, ഈ ഇരട്ട പദവി ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ കെ ജയകുമാറിനെ അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹർജി നൽകിയത്, അല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. സർക്കാരിന് ശമ്പളം പറ്റുന്ന പദവി തുടരുന്നുണ്ട് ജയകുമാർ. അദ്ദേഹം ചീഫ് സെക്രട്ടറി സ്ഥാനം വിരമിച്ച ശേഷം സർക്കാർ പല പദവികളും മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഉൾപ്പെടെ പദവികൾ നൽകിയിരുന്നു. ഏറ്റവും കൂടുതൽ അദ്ദേഹം വഹിച്ചിരുന്ന പദവി IMG ഡയറക്ടറാണ്. ആ ഡയറക്ടർ പദവി തുടരുമ്പോഴാണ് അദ്ദേഹത്തെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൂടെ നിയോഗിക്കുന്നത്. അവിടെ നിന്ന് അദ്ദേഹം രാജിവച്ചില്ല എന്നുള്ളതാണ് ഇതിന് കാരണം. അതുകൊണ്ട് രാജിവെക്കുമെന്നൊരു വിശദീകരണമാണ് ജയകുമാർ നൽകുന്നതെങ്കിലും ഈ ഹർജി ഇപ്പോൾ കോടതിയിലുണ്ട്. ജനുവരി 15 അടുത്ത മാസം ജനുവരി 15 കോടതിയിൽ ഹാജരാകാനാണ് ഇപ്പോൾ കോടതി ജയകുമാറിനും മറ്റ് കക്ഷികൾക്കും സർക്കാരും ദേവസ്വം ബോർഡും ഉൾപ്പെടെയുള്ള കക്ഷികൾക്കും നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ കെ ജയകുമാറിന്റെ പ്രതികരണം എന്താണ് അരുൺ? ഈ വിഷയത്തിൽ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ? ഈ IMG ഡയറക്ടർ ചുമതല ഒഴിയുമെന്ന് അദ്ദേഹം പറയുന്നുണ്ടോ? ഒഴിയുമെന്ന വിശദീകരണമാണ് അദ്ദേഹം നൽകുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം നേരിട്ട് നമുക്ക് ലഭ്യമായിട്ടില്ല. പക്ഷെ അദ്ദേഹവുമായി അടുത്ത ആളുകളുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം ആ പദവി ഒഴിയാൻ തയ്യാറാണ്. സാങ്കേതികമായ കാരണങ്ങളാണ് ഇതിന് അദ്ദേഹം പറയുന്നത്. ഏതായാലും നിലവിൽ ഇത് കേസായിട്ടുണ്ട്. സർക്കാരിൽ തന്നെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ സർക്കാർ തീരുമാനത്തിനെതിരെ കോടതിയിൽ പോകുന്നു എന്നൊരു അപൂർവതയും കൂടി ഈ വിഷയത്തിലുണ്ട്. ചട്ടവിരുദ്ധമെന്നാണ് ആക്ഷേപം. കോടതി ഇത് എപ്പോഴത്തേക്കാണ് അരുൺ പരിഗണിക്കുക? എന്താണ് അറിയാൻ സാധിച്ചത്? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കോടതി ജനുവരി 15 2026 ജനുവരി 15 ഈ കേസ് പരിഗണിക്കും. അന്ന് കക്ഷികൾ നേരിട്ട് ഹാജരാകാനാണ്. ജയകുമാറും ദേവസ്വം സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ നേരിട്ട് ഹാജരാകാനാണ് കോടതിയുടെ നോട്ടീസ്. ഇരട്ട പദവി ചൂണ്ടിക്കാട്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിനെ അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. ബി അശോക് IAS ആണ് തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ഹർജി നൽകിയത്. സർക്കാർ പദവിയിലിരിക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായത് ചട്ടവിരുദ്ധമെന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത്. IAG ഡയറക്ടറായിരിക്കെ ബോർഡ് പ്രസിഡന്റായത് ചട്ടവിരുദ്ധമെന്നാണ് ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ ചട്ടലംഘനമില്ല എന്നുള്ള പ്രതികരണമാണ് കെ ജയകുമാറിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഇത് ചട്ടലംഘനം തന്നെയെന്നാണ് ബി അശോക് IAS ആരോപിക്കുന്നത്. എന്തായാലും IMG ഡയറക്ടർ ചുമതല ഒഴിയുമെന്നുള്ള പ്രതികരണമാണ് കെ ജയകുമാറിന്റെ ഭാഗത്തുനിന്ന് ഈ സമയത്ത് വരുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. BV അരുണാണ് വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.
കോഴിക്കോട് സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ വ്യാജ ഫോമുകൾ വ്യാപകമായി വീടുകളിൽ നൽകിയെന്ന് UDF നേതാക്കളുടെ പരാതി. കൊടിയത്തൂർ പഞ്ചായത്തിലെ 3-ാം വാർഡിലെ വിവിധ വീടുകളിലാണ് പരാതി നൽകിയിട്ടുള്ളത്. ഈ ഫോം വ്യാജ ഫോം നൽകിയിട്ടുള്ളത് എന്നാണ് ആരോപണം. വാർഡിലെ LDF സ്ഥാനാർത്ഥിയുടെ ബന്ധുവാണ് ഇത്തരത്തിൽ ഫോമുകൾ വീടുകളിൽ വിതരണം ചെയ്യുന്നതെന്നാണ് പരാതി. ഇന്നലെ ഉച്ചയ്ക്കാണ് വീടുകളിൽ ഫോമുകൾ തന്നതെന്ന് വീട്ടുകാർ പറഞ്ഞു. പിന്നെ അവിടെ ഈ 3-ാം വാർഡിലെ സ്ഥാനാർത്ഥിയിൽ നിന്ന് ഓരോ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനാണ് ഇന്നലെ ഒരു ഉച്ച സമയത്താണ് കൊണ്ടുതന്നത്. എന്നിട്ടത് പൂരിപ്പിച്ച് കൊടുത്താൽ മതി എത്ര പറഞ്ഞിട്ടുള്ളൂ, വേറൊന്നും പറഞ്ഞു. ഇത്തരത്തിലൊരു ഫോം സർക്കാർ ഇറക്കിയിട്ടില്ലെന്നും വോട്ട് സ്വാധീനിക്കാൻ വേണ്ടി ഇടതുപക്ഷം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇതെന്നും ഇലക്ഷൻ കമ്മീഷനിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് UDF നേതാക്കൾ. കൊടിയത്തൂർ പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ ഇത്തരത്തിലുള്ളൊരു ഫോം വ്യാപകമായിട്ട് വിതരണം ചെയ്യുന്നുണ്ട്. ഈ സ്ത്രീ സുരക്ഷാ പദ്ധതി അപേക്ഷാ ഫോറം എന്നുള്ള നിലക്കാണ് ഇത്തരത്തിലൊരു പദ്ധതി. ഈ പദ്ധതി സർക്കാർ ഇലക്ഷന് വേണ്ടി നേരത്തെ പ്രഖ്യാപിച്ചു എന്നുള്ളതല്ലാതെ അതിൻ്റെ ഒരു നടപടിക്രമങ്ങളും അതിൻ്റെ രീതിയിലേക്ക് സർക്കാർ പിന്നെ മുന്നോട്ട് പോയിട്ടില്ല. അത്തരം ഒരു പദ്ധതിക്ക് വേണ്ടി വ്യാജമായ അപേക്ഷാ ഫോറം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി LDFന്റെ 3-ാം വാർഡിലെ സ്ഥാനാർത്ഥിയുടെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനാണ് ഇത് വീടുകളിൽ വിതരണം ചെയ്യുന്നത്. ഇവിടെ അസ്കർ എന്നാണ് അയാളെ പേര്. സ്ഥാനാർത്ഥിയുടെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനാണ്. ഇത് കൃത്യമായി ഇലക്ഷനെ സ്വാധീനിക്കാനും വോട്ടിനു വേണ്ടിയും ചെയ്യുന്ന ഒരു പ്രവണതയാണ്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ അടക്കമുള്ള ആളുകളെ ഈ പരാതിയായിട്ട് ഞങ്ങൾ സമീപിക്കും. ഇത്തരത്തിൽ ഗ്രാമപഞ്ചായത്തോ അല്ലെ സർക്കാരോ ഒരു ഉത്തരവ് പോലും ഇല്ലാത്ത ഒരു പദ്ധതിയുടെ പേരിൽ ഇങ്ങനെ വ്യാജമായ അപേക്ഷാ ഫോറം സമർപ്പിച്ച് ജനങ്ങളെ വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മാത്രം പ്രവൃത്തിയാണ്. അതുകൊണ്ട് നടപടിയുമായി ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകും. 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. ഇനി ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് 10 കാണാം. നമസ്കാരം.